welcome back to our channel. I am Ilhan. ഇന്നൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചില ആളുകൾ വീഡിയോ തുടങ്ങി അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ കണ്ടിട്ട് വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയക്കും. ഏതൊക്കെ പ്ലാൻസാണ് ഉള്ളത്, എത്ര രൂപയാണ്, ഫോട്ടോ ഇട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുക്കുക, അതിൻ്റെ പ്രൈസ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ ഫോട്ടോസും അതിൻ്റെ പേരും അതിൻ്റെ പ്രൈസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലാൻസ് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലേക്ക് കൊടുക്കുന്ന ഈ ഒരു നമ്പറാണ്. ഓക്കെ, ഗൂഗിൾ പേ വഴിയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡൊക്കെ നടക്കുന്നത്. അതുപോലെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസാണ് ഉള്ളതെന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇത് ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. പെപ്പറോമിയയുടെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ പ്ലാന്റിന് 40 രൂപയാണ് വില വരുന്നത്. ഇത് ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് ജിഫി ബാഗിലൊക്കെ വെച്ച് പിടിപ്പിച്ച് തൈ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. ഇത് ഫിലോഡെൻഡ്രൻ മൈക്കൻസ് ആണ്. ഇതും നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റെം കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാം, ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താം, അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് വെച്ച് ക്ലൈംബ് ചെയ്തും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 50 റുപ്പീസാണ് വില വരുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഈ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതൊരു പെപ്പറോമിയ പ്ലാന്റ് തന്നെയാണ്. പെപ്പറോമിയ ഒബ്സ്റ്റിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ കുറേയധികം സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്താ പറയുക, ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല ഒരു കട്ടിയാണ്, നല്ല കട്ടിയിലുള്ള ലീഫാണ്. പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റുമാണ്. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ ലീഫ് വെച്ചിട്ടും അതുപോലെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തുമൊക്കെ നമുക്ക് പ്ലാന്റ്സ് പുതിയത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചെടിയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് വില വരുന്നത് 60 രൂപയാണ്. ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. ഇത് പെഡിലാന്തസ് പ്ലാന്റ് ആണ്. പെഡിലാന്തസിൻ്റെ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണിത്. ഇത് നമുക്ക് എന്താ പറയുക, ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ടേബിൾ ടോപ്പിൽ വെച്ച് വളർത്താം, വലിയ ചട്ടിയിൽ പുറത്തും വെച്ച് നമുക്ക് വളർത്താം, ഔട്ട്ഡോറിൽ. അങ്ങനെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ വളർത്താവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല കുരുകുരാന്നുള്ള ലീഫാണ്. നല്ല ഭംഗിയാണ്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ് വരുന്നത്. 2 ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ. 60 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. 60 രൂപയ്ക്ക് ഇങ്ങനെ ഈ ഒരു ഇത്രയും പ്ലാന്റ്സ് ആണ്, 2 ഷൂട്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് ഫിലോഡെൻഡ്രൻ പ്ലാന്റ് തന്നെയാണ്. ഫിലോഡെൻഡ്രൻ ഹാർട്ട് ലീഫ് പ്ലാന്റ് ആണ് ഇത് കേട്ടോ. അതായത് ഗ്രീൻ കളർ ലീഫ് വരുന്ന ഹാർട്ട് ലീഫ്, അതാണ് ഈ പ്ലാന്റ്. ഈ പ്ലാന്റ് നല്ല എന്താ പറയുക, നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അതെ, ഇതിൻ്റെ അറ്റെന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് വില വരുന്നത് 80 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ, ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ബുഷിയാക്കി ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് നിർത്താൻ പറ്റും. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. പിന്നെ ഈ പ്ലാന്റ് തന്നെ നമുക്ക് നമ്മുടെ മൈക്കൻസ് ഒക്കെ ക്ലൈംബ് ചെയ്ത് വളർത്തും പോലെ അങ്ങനെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഓക്കെ, അടുത്ത പ്ലാന്റ് ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോട്ടിൽ തന്നെയാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. ഇതും നമ്മുടെ ഫിലോഡെൻഡ്രൻ ബ്രസീൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് വരുന്നത്. ഈ പ്ലാന്റിന് 40 രൂപയാണ് വിലയുള്ളൂ. ഇത്രയും ചെറിയ പ്ലാന്റ് ആണ്, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ് ആണ്. ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വെരിഗേറ്റഡ് ആണ്. നല്ല ഒരു ഗ്രീനും യെല്ലോയും കളറ് ചേർന്ന് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് റബ്ബർ പ്ലാന്റ് ആണ്, ബർഗണ്ടി പ്ലാന്റ് ആണിത്. നല്ല ബർഗണ്ടി കളറാണ് ഇതിന് വരുന്നത്. വീഡിയോയിൽ ഇതിൻ്റെ കളറ് എങ്ങനെയാണെന്നുള്ള കൃത്യം എനിക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു കളറൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും അടിപൊളിയായിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ്.
നല്ല വലുപ്പം വെച്ച് വലിയൊരു മരമായി മാറുന്ന ഒരു പ്ലാന്റ് ആണിത്, റബ്ബർ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് വീട്ടിൽ തന്നെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ഞാൻ തന്നെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാൻ അത്ര ഗ്യാരണ്ടി തരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 100 രൂപയാണ് വില വരുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതും ഒരു ഫിലോഡൻഡ്രൻ പ്ലാന്റ് തന്നെയാണ്. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള നിയോൺ കളർ ലീവ്സ് ഒക്കെയുള്ള പ്ലാന്റ് ആണിത്. സിലോൺ ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഒരു കോമൺ പ്ലാന്റ് ആണ്, പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ സൂപ്പറായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും ഞാൻ വീട്ടിൽ സ്റ്റെം കട്ട് ചെയ്ത് പുതിയ തൈ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് 80 രൂപയാണ് വില വരുന്നത് കേട്ടോ. പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തൊരു വീട് പോലും ഇല്ല. എല്ലാ വീട്ടിലും തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയില്ല. നേരത്തെ ആരോ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ആ പേര് പഠിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഉപകാരമാവും. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്ലാന്റാണ് നമുക്ക് അടുത്തതായിട്ട് സെയിലിനുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിറയെ തൈകളുണ്ടാവും. ഒരുപാട് തൈകൾ ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ നിന്നും പൊട്ടി മുളച്ചുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള തൈകളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാനും പറ്റും. എന്നാ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പറയാനായിട്ട്. അത്ര രസമാണ് ഇത് കാണാനായിട്ട്. ഇത് നമുക്ക് ഇൻഡോറിലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഞാൻ വീട്ടിൽ പുറത്താണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു സക്കുലൻ്റ് പോലെയൊക്കെ തോന്നും. അത്രയ്ക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കറ്റാർ വാഴയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഏകദേശം വരുന്ന ഒരു ടെക്സ്ചറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അതിൻ്റെ അത്യാവശ്യം ഒരു വലിപ്പമുള്ള തൈകളൊക്കെയാണ്. ഇതിലും കുറച്ചുകൂടി വലിപ്പമുള്ള തൈകളും ഇതിലും കുറച്ചുകൂടി ചെറിയ തൈകളും നമ്മുടെ കയ്യിലുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ പ്ലാന്റിനും 50 രൂപ തന്നെയാണ് വില വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായത് കാണാനായിട്ട്. ഇതും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ പോലെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വളരുകയും നിറയെ തൈകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും മറക്കാതെ നമുക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഗാർഡനിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസും ഇങ്ങനെ ഓൺലൈൻ സെയിലും ഒക്കെയാണ് വരുന്നത്. അതൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.